അകത്ത് കടന്ന് തൊഴുത് നിൽക്കുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഇനി മുന്നിൽ കാണുന്ന അദ്ദേഹത്തെ മസിനകത്ത് വെച്ചോളൂ, കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മടങ്ങിപ്പോരുന്ന വഴിയിൽ ഞാൻ ചോദിച്ചു മുത്തശ്ശനോട്, എന്താ മുത്തശ്ശൻ എന്നോട് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? അമ്പലത്തിലെ ആളെ കാണാനല്ലേ നമ്മൾ വന്നത്? അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അമ്പലത്തിലെ ആളെ കാണാനാണ് വന്നത്, പക്ഷെ ആ ആളെ ഉള്ളിൽ നിർത്താനാണ്, അത് ശീലിക്കാനാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. കണ്ടില്ലേ ആ മുഖത്ത് ഒരു പുഞ്ചിരി? ആ ചിരി അകത്തുള്ള നടക്കും ഉണ്ടാകണം, എപ്പോഴും ഉണ്ടാകണം. എന്തു തന്നെ വന്നാലും അതിന് ഒരു മങ്ങലേൽക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഭാവം ലോകത്തോട്, നിന്നോട് തന്നെ, എല്ലാത്തിനോടും ഉണ്ടായാൽ പിന്നെ ദുഃഖങ്ങൾ ഉണ്ടാവില്ല. അതാണ് അമ്പലത്തിൽ നിന്ന് നമുക്ക് സാധാരണഗതിയിൽ ലഭിക്കാനുള്ള ഒരു കാര്യം. അതിന് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് ഇപ്പോൾ പറയുന്നതും പ്രസാദം എന്നാണ്. അമ്പലത്തിൽ പോയോ? ആ പോയി. പ്രസാദം കിട്ടിയോ? ആ കിട്ടി എന്ന് നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, പാൽപ്പായസം കിട്ടിയോ, പഞ്ചസാര കിട്ടിയോ, അട കിട്ടിയോ, വട കിട്ടിയോ, വെണ്ണ കിട്ടിയോ എന്നൊക്കെയാണ്. പക്ഷേ പ്രസാദം എന്ന വാക്കിന് അതല്ല അർത്ഥം. പ്രസാദം കൊണ്ട് എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്യാം എന്നാണ് ഗീത പറയുന്നത്. പ്രസാദമാണ് ഈശ്വര സാന്നിധ്യത്തിൻ്റെ സ്പഷ്ടമായ തെളിവും നമുക്ക് പ്രകടമായി കിട്ടാവുന്ന അനുഭവവും.